ഹലോ ഓൾ, ഇന്നെൻ്റെ കൂടെ ഫാത്തിമ റന യാസീൻ 2025 നീറ്റ് അതേപോലെ തന്നെ ജെയ്മെയിൻ 2 പരീക്ഷ എഴുതി. ജെയ്മെയിൻ പരീക്ഷയുടെ സ്കോറിനെ ബേസ് ചെയ്ത് ഇപ്പോൾ NIT ആന്ധ്രാപ്രദേശിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒഴിവിന് നാട്ടിലെത്തിയതാണ്, യൂണിവേഴ്സലിൽ വന്നതാണ്. റന കഴിഞ്ഞ വർഷം നീറ്റ് എഴുതി 519 മാർക്ക് വാങ്ങി. 525 വരെയുള്ളവർ MBBS കയറിപ്പോയി. ഒരുപക്ഷെ ഈ ഒരു 5-6 മാർക്കും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ റന MBBS നേടിയേനെ. പക്ഷേ ഒപ്പം ജെയ്മെയിനും കൂടി എഴുതി നല്ല പേഴ്സൻറ്റേജിൽ കിട്ടി ഇപ്പോൾ NITയിൽ ചേർന്നിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ്, തുള്ളിച്ചാടിയാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് റന എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് തരാനുള്ളത്, ജെയ്മെയിൻ ഫസ്റ്റ് സെഷൻ ഈ ജനുവരി 3rd വീക്കിൽ ആരംഭിക്കുകയാണ്. എല്ലാവരും ആ പരീക്ഷ എഴുതുക. അത് നീറ്റ് സ്റ്റുഡൻ്റ് ആയാലും വേണ്ടിയില്ല, JEE സ്റ്റുഡൻ്റ് ആയാലും വേണ്ടിയില്ല. റൈറ്റ് ദി എക്സാം. ഫിസിക്സും കെമിസ്ട്രിയും കോമൺ ആണല്ലോ. നന്നായി എഴുതുക, നല്ല പേഴ്സൻറ്റേജ് വാങ്ങുക. ഒരുപക്ഷെ നീറ്റ് പരീക്ഷന് മുമ്പ് നല്ല പേഴ്സൻറ്റേജ് വാങ്ങി NITയിൽ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റും. റന അന്ന് ജെയ്മെയിൻ എഴുതിയത് കൊണ്ടാണ് അവൾക്ക് ഇപ്പോൾ NITയിൽ എത്താൻ പറ്റിയത്. ഒരു 5-6 മാർക്കിന് ഡിഫറൻസ് കൊണ്ട് ഈ MBBS പോയെങ്കിൽ പോലും റന വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഇപ്പോൾ ഈ ജെയ്മെയിൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ച് ഫിസിക്സും കെമിസ്ട്രിയും നന്നായി നോക്കുക. അത് കഴിഞ്ഞ് നോക്കാം, നമുക്ക് നീറ്റിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ബയോളജി പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ ഫസ്റ്റ് സെഷൻ കഴിയുന്നത് വരെ ഫിസിക്സ് കെമിസ്ട്രി നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് ജെയ്മെയിന് മാക്സിമം പേഴ്സൻറ്റേജിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഒരു ബെസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളാണ് റന. അപ്പോൾ റന നിങ്ങളോട് സംസാരിക്കും. റനയെ കേൾക്കുക, കാണുക. ഞാൻ ഫാത്തിമ റന യാസീൻ. യൂണിവേഴ്സലിൽ 2024-25 2 വർഷം റിപ്പീറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം JEE മെയിൻസ് എഴുതി ഇപ്പോൾ NIT ആന്ധ്രാപ്രദേശിൽ BTechന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സെം ബ്രേക്കിൻ്റെ വെക്കേഷനിൽ നാട്ടിൽ വന്നപ്പോൾ AFനെ കാണാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സലിൽ വന്നതാണ്. ക്യാമ്പസിലെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി എല്ലാവരും കാണാൻ വേണ്ടി വന്നതാണ്. യൂണിവേഴ്സലിൽ നമുക്ക് എല്ലാ എക്സാമിൻ്റെയും നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് അറിയിച്ചു തരും. അതുകൊണ്ട് ഞാൻ എല്ലാ എക്സാമുകൾക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാതും ഇവിടുന്നാണ് പോയി എഴുതിയത്. നമ്മുടെ വാർഡന്മാർ കൂടെ വരും. ഇവിടുന്ന് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ യൂണിവേഴ്സൽ ഏർപ്പെടുത്തി തരും. എല്ലാം നമ്മൾ ഇവിടുന്നാണ് ചെയ്തത്. എല്ലാം ചില്ലായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റിന് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി എക്സാമുകൾക്ക് നല്ല സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് ഇത് പോയാലും വേറെ ഒന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലാതെയാണ് നീറ്റിനും പോയത്. നീറ്റ് എക്സാം അടിപൊളിയായി എഴുതിയിരുന്നു. ഇപ്രാവശ്യത്തെ ഒരു ഇത് വെച്ചിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ ദൈവത്തിൽ ഏൽപ്പിച്ച് ആണ് വന്നത്. നീറ്റ് കിട്ടിയില്ല, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് JEE എനിക്ക് നല്ലൊരു പെർസെൻറ്റേജിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സലിൽ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, നമ്മൾ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യണത്. ഹോസ്റ്റൽ ജീവിതം വൃന്ദാവനത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ വളരെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നത്, പഠിക്കണ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും. പിന്നെ നമ്മൾ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാക്കൽറ്റീസ് എല്ലാവരും അടിപൊളിയാണ്. നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ അടിപൊളി ഫാക്കൽറ്റീസ് ആണുള്ളത്. എക്സാം സീരീസ് ആയിക്കോട്ടെ, അതിന് നമുക്ക് മെൻറ്റേഴ്സ് തരുന്ന സപ്പോർട്ട്, AF തരുന്ന സപ്പോർട്ട് എല്ലാം അടിപൊളിയാണ്. നമുക്ക് പഠിക്കാന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് ഒരിക്കലും ഡള്ളാവരുത്. നമ്മൾ എന്താണോ മിസ്റ്റേക്സ് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫാക്കൽറ്റീസിനെ മാക്സിമം ഉപയോഗിക്കുക. ഞാനൊക്കെ ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തറവാക്കിയിരുന്നു. അത്രയും കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുക, പഠിക്കുക. എന്താണോ മാക്സിമം ഒരു പോയിൻ്റെങ്കിൽ ഒരു പോയിൻ്റ് അധികം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കുക. ഫാക്കൽറ്റീസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ ഫ്രണ്ട്സ് വളരെ മികച്ചവരുണ്ടാവും ഓരോ സബ്ജക്റ്റിലും. അവരിൽ നിന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. JEE ഫസ്റ്റ് സെഷൻ ജനുവരി ലാസ്റ്റ് വീക്കിൽ നടക്കാൻ പോവാണ്. ഒരാളും അത് സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഫിസിക്സ് കെമിസ്ട്രി നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. ബയോളജി മാറ്റി വെക്കണം എന്ന് ഞാൻ പറയൂല. നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ഇടയിൽ കൊണ്ടുപോകാം. പക്ഷെ കൂടുതലും ഫിസിക്സ് കെമിസ്ട്രി മാത്രം നന്നായിട്ട് ഫോക്കസ് ചെയ്യണം.
അത് വെച്ച് തന്നെ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജിൽ എടുക്കാൻ കഴിയും. ജെയിൽ നല്ലൊരു സ്കോർ വരുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആവും. അത് നമ്മളെ ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മളെ സ്ട്രെസ് ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. എൻട്രൻസ് ലൈഫ് നിങ്ങൾക്ക് ഇനി കുറച്ച് മാസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് വരാനുള്ളത്. NIT ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ ചില്ലാണ്. നമ്മളെ എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടെ കഴിവുകൾ കണ്ടെത്താനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഇന്റർ NIT സ്പോർട്സ് ടൂർണമെൻറ്റിൽ ഡൽഹിയൊക്കെ പോയി, എന്നിട്ട് ഞങ്ങൾ ബ്രോൺസൊക്കെ അടിച്ചിട്ടാണ് വന്നത്. വളരെ ചില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണേ. ഇനി അങ്ങനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ടെമ്പററി ആണ്. അപ്പോൾ കോൺഫിഡൻസ് ഒന്നും കൈവിടരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം മാറി മറിയും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്താ പറയുക, നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, നമ്മളെ AFന്റെ വാക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ ജീവിതം. കുറച്ച് കയ്പ്പായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നല്ല മധുരിക്ക നല്ലതാണ്. അപ്പോൾ എല്ലാവരും കോൺഫിഡൻസ് കീപ്പ് ചെയ്ത് പോവുക. ഓൾ ദി ബെസ്റ്റ്.